ജെറ്റ് എയർവേസ്. അത് മറ്റേ വിമാനമല്ലേ? അത് വാങ്ങിക്കാൻ പറ്റത്തില്ല, ലോൺ കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കേ ഉള്ളെന്നാ. ഞാൻ പ്രൈവറ്റ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാ. എന്റെ പൊന്ന് സാറെ, കളിയാക്കാതെ. കപ്പലാ എന്റെ കയ്യിലുള്ളത് നിലവിൽ. അതിനളവ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം എടുത്തു തരാം നിങ്ങൾക്ക്. എന്തെങ്കിലും കളിയാക്കുവല്ലേ? എന്നെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. നല്ലപോലെ തന്നെ വാരുന്നുണ്ടല്ലോ. ഇടുക്കിയിൽ എവിടെയാട്ടാ? കട്ടപ്പനെന്ന് പറയും. ഒരു കാര്യം, നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കച്ചവടം എന്നുള്ള രീതിക്ക് ഞാൻ ഇടുക്കി ഡാമിന്റെ അതിൽ 10 ബോട്ട് വാങ്ങിച്ചിട്ടാലോ? അതിന് തരാൻ പറ്റുമോ? എന്റെ പൊന്ന സാറേ, ചുമ്മാ കളിയാക്കാതെ കാര്യമായിട്ടും പറ. ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ. അങ്ങനെ ആവശ്യം നിങ്ങളെ കൊണ്ട് പറ്റിയതെങ്കിൽ. ഇത് എവിടെ നിൽക്കുന്നത്? എനിക്ക് ഒന്നും ക്ലിയർ ആവുന്നില്ല. ഞാൻ പാലത്തിന്റെ അടിയിലാണ്, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. പാലത്തിന്റെ അടിയിൽ എന്നെ എടുക്കുക. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് അബിയ. ഞാൻ ഫ്യൂച്ചർ ഫോക്കസ് സ്ഥാപനത്തിൽ നിന്ന് വിളിക്കുവാണേ. ഫ്യൂച്ചർ ഫോക്കസ് നമ്മുടെ സ്ഥാപനം ഒരു സേവാ കേന്ദ്രമാണ്. എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നേ. ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ റീഫൈനാൻസ്, അഗ്രി ലോൺ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുതിയൊരു സ്കീമും വന്നേക്കുന്നത് 2016 ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂവിന്റെ അക്കൗണ്ട് ത്രൂ EMI പോകുന്നതാണെങ്കിൽ മാർക്കറ്റ് വാല്യൂവിന്റെ 200% നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും. ഹലോ പറഞ്ഞോ. അത്രയും ചെയ്തു കൊടുക്കും. അതായത് 5 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് 10 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും. നിലവിൽ സാറിന് ഫിനാൻസ് നിലനിൽക്കുന്നത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ലോൺ ചെയ്ത് തരുന്നത്. നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറേ പ്രവർത്തിക്കുന്നത്. ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ്. ഒന്ന് ക്ലിയർ ആവുന്നു സാറേ. ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ്. ഇടുക്കി ജില്ലയിൽ നിന്നാണോ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്? ബാക്കിയുള്ള ജില്ലകൾക്കില്ലേ? ഓൾ കേരള സർവീസ് എന്ന് വെച്ചാൽ എങ്ങനെയാ? സർവീസ് എങ്ങനെയാണ്? നമുക്ക് സ്റ്റാഫുകളുണ്ട്, വേറെ സ്റ്റാഫുകളുണ്ട് കേരളത്തിൽ. നിങ്ങളുടെ ഓഫീസായിട്ട് ഇടുക്കി മാത്രമേ ഉള്ളൂ? ഇടുക്കി മാത്രം. നമുക്ക് ബ്രാഞ്ച് ആയിട്ട് ഇടുക്കി മാത്രമേ ഉള്ളൂ. സ്റ്റാഫുകൾ ഓൾ കേരള സ്റ്റാഫുകളുണ്ട്. അല്ല, നിങ്ങൾ നിലവിലിരിക്കുന്ന 5 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് 10 ലക്ഷം രൂപ ലോൺ തരുമെന്നോ? അത് ഓൾറെഡി EMI പൊക്കോണ്ടിരിക്കുന്ന വണ്ടിക്കാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന വാഹനത്തിനാണെങ്കിൽ, ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ 90% നമ്മൾ ലോൺ ചെയ്തു തരും. ഞാൻ ചോദിച്ചത് എനിക്കൊന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. 5 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് 10 ലക്ഷം രൂപ നിങ്ങൾ ലോൺ തരുമോ? തരും. അങ്ങനെയാണ് ഞാൻ 5 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ 10 ലക്ഷം എനിക്ക് തരുമോ? അത് ഓൾറെഡി നമ്മൾ EMI അടച്ചോണ്ടിരിക്കുന്നവരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ. EMI എങ്ങനെ അടയ്ക്കുന്നത്? അതായത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഫിനാൻസ്, നമ്മളിപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട്. ആ ഫിനാൻസ് എല്ലാ മാസവും 3-ാം തീയതി ആണെങ്കിൽ ആ 3-ാം തീയതി എല്ലാ മാസവും കട്ടായി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തു തരത്തുള്ളൂ. അതുകൊണ്ടുള്ള നിങ്ങളുടെ നേട്ടം എന്താണ്? എങ്ങനെ? അതുകൊണ്ട് നിങ്ങളുടെ നേട്ടം എന്താണ്? നമ്മളൊരു ഏജൻസി ആയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോസസിംഗ് ഫീസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടത്തില്ലേ? ഏജൻസി ആയിട്ട് പ്രോസസിംഗ് ഫീസ് മാത്രം കിട്ടുന്നതുകൊണ്ട് ഇത്രയും 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്കിലോട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ തിരിച്ചടച്ചില്ലെങ്കിലോ? നമ്മള് ബാങ്കുകൾക്ക് കേസ് എടുത്ത് കൊടുക്കുമല്ലോ സാറേ ചെയ്യുന്നേ. ബാങ്കുകൾക്ക്? നിങ്ങൾ പറയുന്നത് ക്ലാരിറ്റി ആകുന്നില്ല, വ്യക്തമാകുന്നില്ല സാർ. എനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നൊന്നും. നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആകുന്നില്ല. വിട്ടുവിട്ടാ കേൾക്കുന്നത്, ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? വിട്ടുവിട്ടാ കേൾക്കുന്നത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. നമ്മളൊരു ഏജൻസി എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാ ബാങ്കുകളിലും നമ്മളിപ്പോ നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എമൗണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് കൈമാറും. അപ്പം ബാങ്കുകൾ നമുക്ക് ഏതായാലും ചാർജസ് വരത്തില്ലേ? അപ്പൊ നിങ്ങളല്ല ചെയ്യുന്നത്, വേറെ ബാങ്കുകൾക്ക് കൊടുക്കുന്നത്? അതായത് ചോളമണ്ഡലം, യെസ് ബാങ്ക്, മുത്തൂറ്റ് അതുപോലുള്ള ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഏജൻസി ആയിട്ട് പറയും. പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ബാക്കി ലോണിന്റെ കാര്യങ്ങൾ, ബാക്കി ക്യാഷിന്റെ ഇടപാടെല്ലാം ബാങ്കുകളാണ്. നിങ്ങൾക്ക് എത്ര ചാർജ് വരുന്നത്? നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് 1000 രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 10,000 രൂപ ചാർജ് വാങ്ങാറില്ല. നമുക്ക് എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഡോക്യുമെന്റേഷൻ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും 10 ലക്ഷം രൂപയ്ക്ക് എന്നാ ചാർജ് ആവും? ഒരു 3000 രൂപ 4000 രൂപയൊക്കെ നമ്മൾ വാങ്ങാറുള്ളൂ. സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? നോക്കുന്നുണ്ടോ സാർ ലോൺ വല്ലതും? ലോൺ നോക്കുന്നുണ്ട്. വണ്ടി ഒരെണ്ണം വാങ്ങിക്കണേ. ഇനി വെഹിക്കിൾ പർച്ചേസ് ആണോ?
അതായത് സാറിന് പുതിയ ഷോറൂമിൽ നിന്ന് പോയി പുതിയ എടുക്കാനോ സെക്കൻഡ് വെഹിക്കിൾ ആണോ? എങ്ങനെയാണെന്ന് നല്ല കൊള്ളാവുന്ന വണ്ടി വാങ്ങിക്കണം. നമ്മൾ വെഹിക്കിൾ പർച്ചേസിന് ലോൺ ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ അതും താല്പര്യപ്പെടുന്നുണ്ട്. വിട്ടു സാറേ കേൾക്കുന്നേ. അതും താല്പര്യപ്പെടുന്നുണ്ട്. എന്തോ? അത് താല്പര്യപ്പെടുന്നുണ്ട്. വെഹിക്കിൾ ലോൺ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ സാറ് വാഹനം ഏതാ വാഹനം നോക്കിയേക്കുന്നത്? വാഹനം എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഏത് വണ്ടിയായിരുന്നു? അതൊരു ഇതിന്റെയാ, ജെറ്റ് എയർവേസ്. ക്ലിയർ ആവുന്നു. ജെറ്റ് എയർവേസ്. അത് മറ്റേ വിമാനമല്ലേ? അത് വാങ്ങിക്കാൻ പറ്റത്തില്ല, ലോൺ കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കേ ഉള്ളെന്ന്. ഞാൻ പ്രൈവറ്റ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാ. ശരി സാർ എത്ര ലോൺ എമൗണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു 10 കോടി രൂപ. സാറിന്റെ ഒരു നിലവിൽ എന്തെങ്കിലും വാഹനങ്ങൾ എടുത്തിട്ടുണ്ടോ സാറ്? ഉണ്ട്. EMI ഇട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. എവിടെയായിരുന്നു ഫിനാൻസ് എടുക്കുന്നത്? ഫിനാൻസ് എനിക്ക് തോന്നുന്നത് ഇവിടെയാ, അദാനിയുടെ. എന്റെ പൊന്ന് സാറെ കളിയാക്കാതെ. അത് കാര്യമായിട്ട് പറഞ്ഞു. ഫിനാൻസ് അദാനിയുടെ കപ്പലാ എന്റെ കയ്യിലുള്ളത് നിലവിൽ. അതിന്റെ അളവ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം എടുത്തു തരാം. പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്ദേ ഭാരത് ഒരെണ്ണം എടുക്കണമെന്നുണ്ട്. ഇവിടെ സ്പീഡ് കുറവാണ് ഇപ്പൊ യാത്രക്ക്. അങ്ങനെ ഒരു വന്ദേ ഭാരതോടെ എടുക്കണേ കൂടെ. അത് ലോൺ ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം. കൃത്യ അടവ് തരാം, സ്റ്റേറ്റ്മെന്റ് തരാം. പ്രോസസിംഗ് ഫീസ് എങ്ങനെയാലും 10,500 രൂപയല്ലേ ആവുള്ളൂ. അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും, ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ വിളിച്ചേക്കുന്നത്. നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും. ഞാൻ ഒരിക്കലും ഒരടവ് പോലും മുടക്കുകയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്ക് കിട്ടിയ സ്ഥിതിക്കായിരിക്കുമല്ലോ നിങ്ങൾ വിളിക്കുന്നേ. അപ്പൊ അത് നമ്മൾ ഒരു കാരണവശാലും ഒരൊറ്റ പ്രാവശ്യം പോലും മുടക്കുകയല്ല. എനിക്ക് 3 വാഹനങ്ങളും വേണം, നിർബന്ധമായിട്ടും വേണ്ടതാണ്. മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിമാനാകുമ്പത്തിന് ആ പ്രശ്നമില്ലല്ലോ. ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിലൊന്നും ശല്യമില്ല, പൊല്യൂഷന്റെ പ്രശ്നമില്ല. ഒന്ന് ചാടണം എന്ന് വെച്ചാലും എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം. പാരച്ചൂട്ട് കൊണ്ടാകണം, പാരച്ചൂട്ടുള്ള സാധനം എടുക്കുകയുള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് നല്ലതായിരിക്കണം. രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര. അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഞാനിത് തന്നെ ഈ പരിപാടിയൊക്കെ തന്നെയാ. ഈ വണ്ടിയുടെ പരിപാടി തന്നെ, വിമാനത്തിന്റെയും കപ്പലിന്റെയും ഒക്കെ പരിപാടികളാണ്. അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ നമ്പർ കിട്ടിയേ? നമുക്ക് നമ്മുടെ ഓഫീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് ഗുഡ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റിൽ പേര് വന്ന. അതങ്ങനെ വരാൻ കാരണം എന്റെ ഏറ്റവും ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഇന്ന് വരെ ഒരു ഷിപ്പിന്റെ ഒറ്റ പ്രാവശ്യം പോലും EMI മുടങ്ങിയിട്ടില്ല. അപ്പൊ അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമറാണ് ഞാൻ. നിങ്ങൾക്ക് എപ്പോഴും ഗുണമുണ്ടാകാനേ ചാൻസ് ഉള്ളൂ, ഒരു ദോഷം നിങ്ങൾക്ക് വരികയില്ല. നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തിയാൽ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും. കാരണം നിങ്ങൾക്ക് പിന്നെ ശല്യമില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ അതിന്റെ സ്വന്തം പോർട്ടിൽ പോയി ഇറങ്ങിക്കോളാം. അവിടെ റേഞ്ച് ഇല്ല. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്നീ കപ്പലിനകത്തോ അല്ലെങ്കിൽ വിമാനത്തിനകത്തോ ആയിരിക്കും. അപ്പൊ അങ്ങോട്ട് ഞാൻ യാത്രയിലിരിക്കുന്ന സമയത്താണെങ്കിൽ റേഞ്ച് കുറവാണ്. കോട്ടയത്ത് എവിടെയാണേ? കോട്ടയം ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ എറണാകുളത്തല്ലേ പറഞ്ഞേ. എറണാകുളത്ത് വർക്ക് ചെയ്യുന്നേ? എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. എറണാകുളത്താ ജീവിക്കുന്നത്. എറണാകുളത്താണോ? എറണാകുളത്ത് എവിടെയായിട്ടാ? എല്ലാം മറ്റേ ഇടപ്പള്ളി പാലത്തിന് താഴെ അടി. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. അവിടെയാ. ഒന്നും കേൾക്കുന്നില്ല, വിട്ടാ എല്ലാം കേൾക്കുന്നേ. അത് ഈ പറഞ്ഞ ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം കേൾക്കുകയല്ല, ആവശ്യമില്ലാത്ത കാര്യം കേൾക്കും. എന്നെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഞാൻ ഈ ഇടപ്പള്ളി പാലത്തിന്റെ താഴെയാണ് താമസിക്കുന്നത്. അവിടെ വീടൊക്കെ വെക്കാൻ സ്ഥലം ഉണ്ടല്ലേ? പാലത്തിനടി വീട് വെക്കാൻ അത്ര സ്ഥലം ഇല്ല. എന്നാലും ഞാൻ സർക്കാരിന്റെ പുറമ്പോക്കിൽ അടക്കുന്നേ. കുഴപ്പമില്ല. അത്യാവശ്യം ജീവിച്ചു പോവാം. നല്ലപോലെ തന്നെ വാരുന്നുണ്ടല്ലോ. അല്ല, നിലവിൽ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ഇത്ര സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്തല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? ശരിയാ. അപ്പൊ തീർച്ചയായിട്ടും ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് പിണക്കാനും പറ്റിയല്ല. ഒരു ക്ലയന്റിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചൊരു ബിസിനസ്സാണ്, നിങ്ങളെ സംബന്ധിച്ചൊരു കസ്റ്റമറാണ്. ഇതിന്റെ രണ്ടിനെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഓഫീസിൽ ചോദിച്ചിട്ട് മതി കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട. എനിക്ക് നിലവിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്ക് വലിയ വട്ടാണോ എന്നൊക്കെ തോന്നുമായിരിക്കും. അല്ല, ബിസിനസ് നിങ്ങൾ എന്റെ ശരിക്കും എടുത്തു നോക്കിയോളൂ. എന്റെ കാറ്റഗറി എടുത്ത് നോക്കിയാൽ അറിയാമായിരിക്കും. ഞാൻ നിങ്ങളുടെ അതിനകത്ത് ലിസ്റ്റിനകത്ത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന കസ്റ്റമർ ആയിരിക്കും. നിങ്ങൾ എത്ര ആളായി ഓഫീസ് തുടങ്ങിയിട്ട്? എത്ര ആളായി? ഓഫീസ് തുടങ്ങിയിട്ട് 2-3 വർഷമായതാ. ഇടുക്കിയിൽ എവിടെയാട്ടാ? കട്ടപ്പന എന്ന് പറയും. കട്ടപ്പനയാണെന്നെങ്കിൽ കട്ടപ്പന ഓഫീസ് ഉണ്ടോ നിങ്ങൾക്ക്? എവിടെയാട്ടാ ഓഫീസ്? ബസ് സ്റ്റാൻഡിന്റെ എവിടെയാണോ? അല്ല. പിന്നെ എവിടെയാട്ടാ?
പാറക്കട ബൈപ്പാസ്. പാറക്കട ബൈപ്പാസ് ചെറിയ സ്ഥലത്തായിരിക്കുന്നത്. ഓൾ കേരള ചെയ്യുന്നെങ്കിലും ചെറിയ സ്ഥലത്ത് പമ്മിയിരിക്കും. എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് പൂട്ടിയിട്ട് പോവാം. നമ്മൾ സ്റ്റാൻഡിന്റെ അടുത്തായിരുന്നു. അപ്പൊ നമുക്ക് ഓഫീസിന് വലിയ ചെറിയ ഓഫീസ് ആയതുകൊണ്ട് സ്റ്റാഫിന്റെ എണ്ണം ഒരു കാര്യം, നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കച്ചവടം എന്നുള്ള രീതിക്ക് ഞാൻ ഇടുക്കി ഡാമിന്റെ അതിൽ 10 ബോട്ട് വാങ്ങിച്ചിട്ടാലോ? അതിന് തരാൻ പറ്റുമോ? എന്റെ പൊന്ന സാറേ, ചുമ്മാ കളിയാക്കാതെ കാര്യമായിട്ടും പറ. ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ. ഞാൻ എന്റെ ഒരു ആവശ്യം പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റിയതെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് 10 ബോട്ട് മതി. ആദ്യത്തെ സ്റ്റെപ്പിൽ 10 ബോട്ട് മതി. അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ്, ഒരു ബിസിനസ് ആകും, കൃത്യ അടവുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണം സീസ് ചെയ്യാം. അവിടെ ഓട്ടോ ഇല്ലെങ്കിൽ എന്റെ ഡ്രൈവർമാരെ ഉൾപ്പെടെ പിടിച്ചോണ്ട് പോകുമോ? അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നമില്ല. കൃത്യ അടവല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോവാ. കട്ടപ്പനയിൽ ഇടുക്കി വരെ പോയാൽ പോരെ, ഡാമിന്റെ അവിടം വരെ ചെല്ലുക. എനിക്കിപ്പോ അവിടെ വന്ന് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എനിക്ക് എയർപോർട്ടിന് ചേർന്ന് ഫ്ലൈറ്റിനുള്ള ലോൺ തരണം. ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. എനിക്ക് ഞാൻ ലോൺ ചെയ്തത്, എനിക്ക് നല്ല ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള അക്കൗണ്ട് കാണിക്കണം സാറിന്റെ തന്നെ. അതൊരു കുഴപ്പമില്ല. ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് ഇപ്പൊ ശരിക്കും സംസ്ഥാന സർക്കാരിന് ശമ്പളം കൊടുക്കുന്ന എന്റെ അക്കൗണ്ടിൽ പൈസ ഞാൻ കൊടുക്കുന്നത്. അത്രയും ട്രാൻസാക്ഷൻ കൂടെ വേണോ? എന്റെ പൊന്ന് സാറേ, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. സർക്കാർ ജോലിക്കാർക്കുള്ള പൈസ കംപ്ലീറ്റ് ട്രഷറി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ട്രഷറി കേട്ടിട്ടുണ്ടോ? അത് ഞാനാ, അതെന്റെ അക്കൗണ്ടാ. അല്ല കാര്യമായിട്ട് പറഞ്ഞ പിന്നെ ചുമ്മാ ഇരുന്നപ്പോ ഞാൻ വിളിക്കുകയും ചെയ്തു. നിങ്ങളിങ്ങനെ വിളിച്ചാലല്ലേ നമുക്ക് ഇങ്ങനത്തെ വർത്താനം പറയാൻ പറ്റുള്ളൂ. അത് ശരിയാ. എങ്ങനെയൊക്കെ ഊറ്റി ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങ് വഴച്ച്. അതെ, നിങ്ങളെ സംബന്ധിച്ച് കേരളം മുഴുവൻ സ്റ്റാഫുള്ള സ്ഥിതിക്ക് ഈ സംഭവം ക്യാഷ് കളക്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ. എവിടെ നിങ്ങൾ ഇടുക്കിയിലെ ട്രഷറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും. എന്തോ ഇടുക്കിയിലെ ട്രഷറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും. സാറേ കാളിയാക്കാതെ സാറേ, ഞാൻ എന്റെ ജോലിയുടെ ആവശ്യം വിളിച്ചതല്ലേ സാർ ഇങ്ങനെ. നിങ്ങൾ ഇയാള് ജോലിക്ക് എടുത്ത ആളായി? ഞാൻ കേട്ട് 1.5 മാസമായി. അത്രേ ആയിട്ടുള്ളൂ. എത്ര സ്റ്റാഫ് ഉണ്ട് നിങ്ങളവിടെ? ഞങ്ങൾ 10-15 സ്റ്റാഫ് ഉണ്ട്. എല്ലാരും ടെലികോളിംഗ് തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ. ഇതിന്റെ ഉടമസ്ഥൻ എവിടെയാണോ? ഉടമസ്ഥൻ ഇവിടെ തന്നെയാ. ഇവിടെ തന്നെ വെച്ചാ കട്ടപ്പനക്കാരൻ തന്നെയാ. അപ്പം പുള്ളിയുടെ ഐഡിയ തുടങ്ങിയ സംരംഭമാണോ ഇത്? അതെ 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 അതെ. ക്ലയന്റിനെ കിട്ടാറുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. റേഞ്ചിലോട്ടോടൊന്നും മാറി നിൽക്കും. കസ്റ്റമറെ കിട്ടാറുണ്ടോ? ഉണ്ടല്ലോ, ഇഷ്ടം പോലെ കസ്റ്റമറെ കിട്ടാറുണ്ട്. ഏറെക്കുറെ. ഇഷ്ടം പോലെ ഒന്നുമില്ല. കുറെ പേര് ലോൺ എടുക്കാൻ, ലോണിന് അത്യാവശ്യം ഉള്ളവരൊക്കെ കിട്ടാറുണ്ട്. എന്നാ അങ്ങനെയായിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് നിങ്ങളുടെ കാര്യം നടത്തുന്നു. എന്തായാലും നമ്മളെ വിളിച്ച് സമയം കളയാന്നുള്ളൂ. ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ഇട്ട് കളിയാക്കുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല, നമുക്ക് മാത്രമേ മനസ്സിലായുള്ളൂ അല്ലേ? എനിക്ക് അന്നേരം മനസ്സിലായി, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഡോസുകൾ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് അറിയാം. ഏതെങ്കിലും ലോൺ വല്ലതും വേണോ? നിലവിൽ തിരിച്ചടവില്ലാത്ത എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ തന്നേരും. അത് കൊള്ളാം. ഗുഡ് കസ്റ്റമറുടെ ലിസ്റ്റിൽ പേര് ചെയ്തിട്ട് നിലവിൽ തിരിച്ചടവില്ലാത്ത ലോൺ വേണം. അല്ലാതെ ലോൺ തിരിച്ചടയ്ക്കാൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് എവിടെ നിൽക്കുന്നത്? എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. ഞാൻ പാലത്തിന്റെ അടിയിലാണ്, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. പാലത്തിന്റെ അടിയിൽ എന്നെ എടുക്കുക, ചൂണ്ടയിടുക, ജീവിക്കണ്ടേ? വിമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിമാനമൊക്കെ ഉണ്ടെന്ന് ഞാൻ റേഷനരി ഉണ്ട്, കഞ്ഞി വെക്കണേ, മീൻ ചൂണ്ടയെ കിട്ടണം. ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടി, ഈ മീനിന്റെ അത് ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി വറക്കണം, ബാക്കിയുള്ള മീൻ വിൽക്കണം. കിട്ടിയാലേ ഇന്ന് കഞ്ഞിപിടി നടക്കുള്ളൂ. പക്ഷേ കൊച്ചിനെ വിളിച്ച് സമയം കളയാതെ എനിക്ക് വീണ്ടും ചൂണ്ടയിടാൻ പോകണ്ട, തീറ്റ പോയിരിക്കുക. ഞാൻ അടുത്ത കുത്തിയിട്ടോ. എന്തെങ്കിലും ലോൺ വേണമെങ്കിൽ പറ. ലോൺ വേണം, തിരിച്ചടവില്ലാത്ത ലോൺ കിട്ടാ. ഞാൻ അമ്മച്ചിയാണ് ഇവിടെ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചു. ഞാൻ കള്ളനല്ല, ഞാൻ സത്യസന്ധനാ. നിങ്ങൾ എത്ര പൈസ തന്നാലും ഞാൻ തീർച്ചയായിട്ടും ചെലവാക്കുന്നതിന്റെ ലിസ്റ്റ് കൊണ്ടു തരാം. ഒരു പൈസയുടെ കള്ളപ്പ് ഞാൻ കാണിക്കുകയില്ല. മുഴുവൻ നിങ്ങളിപ്പോ 10,000 രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക. ആദ്യമേ 10,000 രൂപ എങ്ങനെ ചെലവാക്കിയെന്നുള്ളതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ബില്ലും തന്നോളാം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പുകാരനല്ല. നിങ്ങൾ എനിക്കൊരു ലോൺ തന്നു നോക്ക്. തിരിച്ചടയ്ക്കാൻ പറയരുത്. തിരിച്ചടയ്ക്കാൻ പറയരുതോ? അത് തിരിച്ചടയ്ക്കാനാണ് ഞാൻ ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെന്തിനാ ഞാൻ ലോൺ കൊടുക്കും? പിന്നെന്തിനാ ലോൺ? കസ്റ്റമർ സത്യസന്ധനാണോന്ന് അറിയാൻ ഒരു ലോൺ തന്നു നോക്ക്. കസ്റ്റമർ സത്യസന്ധനാണെന്ന് അറിയാൻ നമ്മള് കസ്റ്റമറുടെ ട്രാക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കണം. ഏത് ട്രാക്ക് എടുത്താലും ഞാൻ പാട്ട് പാടും. എനിക്ക് ഹമ്പിങ്ങിലാ പാട്ട് പാടുന്നത്. ഹരിമുരളി പാടണമെങ്കിൽ ആ ട്രാക്ക് ഞാൻ പാടും. വല്ലാതെ പിന്നെ രാമായണക്കാറ്റെ പാടണമെങ്കിൽ അതിൽ പാടും. ഏത് ട്രാക്കിലാ പാടണ്ടേ? എന്റെ പൊന്ന് സാറേ, ട്രാക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും അല്ല. ട്രാക്ക് പിന്നെ എന്താണ്? ഞാൻ സംഗീതത്തിൽ വിദ്വാനാണ്. എനിക്ക് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷനുള്ളതാണ്.
ഞങ്ങൾ ട്രാക്ക് പാടുകയെന്നാ പറയുന്നത്. നമുക്ക് വല്ല ബിസിനസ് ലോണും നോക്കാം, വല്ല പേഴ്സണൽ ലോണും നോക്കാം. എന്നാ പിന്നെ അത് ഏതെങ്കിലും ലോൺ തിരിച്ചടവില്ലാത്തത്. തിരിച്ചടവില്ലാത്തതൊന്നുമല്ല, എല്ലാ മാസം തിരിച്ചടക്കണം. തിരിച്ചടയ്ക്കാൻ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ അടയ്ക്കണം മാസം. നിങ്ങൾ 17 സ്റ്റാഫില്ലേ? അതുകൊണ്ട് ഓരോരുത്തർ ഓരോ മാസം വെച്ച് അടച്ചാൽ പോരെ? നിങ്ങൾ അറിയാതെ പോകോളൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ. അയ്യോ എന്ത് സുഖമാ. അത് ചെറിയ പൈസ ആയിട്ട് അടച്ച് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന പൈസ ആയിട്ട് ഒരു ലോൺ എനിക്ക് തന്നാൽ മതി. നിങ്ങളെല്ലാവരും വൈകുന്നേരം കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ 17 പേരോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത്ര വെച്ച് അടയ്ക്കാൻ പറ്റുമോ അത്രയ്ക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോൺ താ. 17 പേരുണ്ട്. ഞാൻ പറയട്ടെ, 12 മാസമല്ലേ ഒരു വർഷമുള്ളൂ. അപ്പൊ നിങ്ങൾ പണിയുന്ന പൈസ ഞങ്ങൾക്കല്ലേ വേണ്ട? അല്ല, നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഞാൻ ചോദിച്ചോട്ടെ കൊച്ചെ, ഞാൻ പേഴ്സണൽ ചോദിച്ചോട്ടെ, നിങ്ങൾ വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം അടച്ചാൽ പോരെ? നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കൊച്ചെനിക്ക് എന്റെ ലോൺ അടയ്ക്കാന്ന് വെച്ചു. എനിക്കൊരു ലോൺ അടച്ചു കഴിഞ്ഞാൽ 11 മാസം കൊച്ചു രക്ഷപ്പെട്ടു. പിന്നെ കൊച്ചിന് എന്റെ ഭാഗം നോക്കേണ്ട ആവശ്യം വരില്ല. കൊച്ചു ഫ്രീയാ. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ ജോലി ചെയ്യുന്നവരോട് പറ, അവരൊക്കെ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി വർഷത്തിൽ. ഈ സ്കീം എവിടെ കിട്ടും കൊച്ചെ? നിങ്ങൾ 17 പേര് കൂടുവാണെങ്കിൽ 1.5 വർഷം കൂടെ അടച്ചാൽ മതി. കൊച്ചിന് 1.5 വർഷം. എനിക്ക് ഈ മാസം എനിക്ക് എന്റെ ലോൺ അടയ്ക്കുവാണെങ്കിൽ പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ട് എന്റെ ലോൺ കൊച്ചു അടച്ചാൽ മതി. ഒരു നിർബന്ധമില്ല എനിക്ക് എന്നെ അടയ്ക്കണമെന്ന്. ഇനി കൊച്ചിന് നിർബന്ധമാണെ പോലും അടയ്ക്കണ്ടേ? അതടയ്ക്കണ്ട. അതുകൊണ്ട് എനിക്കുള്ള പ്രയോജനം എന്താ? കൊച്ചിന് ചാരിറ്റി ആവുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നിന്നുള്ള ഏറ്റവും ഫസ്റ്റിലായി. ഇപ്പം കൊച്ചെന്നെ ഗുഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ കൊച്ചിന്റെ പേര് ഏറ്റവും ഫണ്ടി വന്ന് നടക്കും. ഒരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം അതുകൊണ്ട് എനിക്കും ഗുണം ഉണ്ടാകും. കൊച്ചിന് ഏറ്റവും ഗുണം, കൊച്ചു 1.5 വർഷം കൂടുമ്പോൾ കൊച്ചിന് ഒരു അടവേ വരുന്നുള്ളൂ. അതാ കൊച്ചിന് ഏറ്റവും ലാഭം കൊച്ചിനാ, എനിക്കല്ല. അത് ആർക്കും കിട്ടത്തില്ല. ഒരു ഗോൾഡൻ ചാൻസ് ആയത്. ബാക്കി എല്ലാവർക്കും വന്നാലും 12 സ്റ്റാഫൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വർഷത്തിൽ അടയ്ക്കേണ്ട വന്നേ. 6 സ്റ്റാഫ് ഉണ്ടായിരുന്നെങ്കിൽ 2 പ്രാവശ്യം കൊച്ചു അടയ്ക്കേണ്ട വന്നേനെ. ഇതിപ്പോ ഞാൻ വിളിക്കാൻ പോയതാ വലിയ തെറ്റ്. അയ്യോ, അങ്ങനെ പറയരുത്. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ബിസിനസ് നമുക്ക് ഇനി വിമാനം പറ്റത്തില്ല, നിങ്ങൾ ട്രെയിൻ ഇതാ. അത് നമ്മളിച്ചിരി കുറഞ്ഞു പോയില്ല. നമ്മൾക്ക് വിമാനമാകുമ്പോ നമുക്ക് മുകളിൽ, ട്രെയിൻ വിമാനത്തിനകത്ത് ഞാൻ പ്രശ്നമില്ല. വിമാനത്തിനകത്ത് പ്രശ്നം ഹെഡ്ലൈറ്റിന് രാത്രി സമയങ്ങളിൽ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവാണെങ്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വെള്ളമെഴുത്തുണ്ട്, വഴി കാണാൻ പറ്റാതെ മൂടൽമഞ്ഞൊക്കെ ഇടിച്ചു കയറും. ട്രെയിൻ ആകുമ്പോൾ ട്രാക്കിൽ കൂടെ തന്നെ പൊക്കോളൂ. ഉറങ്ങിപ്പോയാലും എവിടെയെങ്കിലും പോയി നിന്നോളൂ. അത് പാളം തിരുമ്പളത്തേനെ. അപ്പൊ ട്രെയിന് തരുന്നതായിരിക്കും നിങ്ങൾക്ക് അപകടം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ തരിയേലും കിട്ടുമ്പോൾ. വിമാനത്തിനാണ് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മോളി വെച്ച് പൊട്ടിത്തെറിച്ചാൽ ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക്. അപ്പം വിമാനം വേണ്ട, പറ്റുന്നെങ്കിൽ ട്രെയിൻ. എനിക്ക് വന്ദേ ഭാരത് തന്നെ വേണം, കാരണം സ്പീഡിൽ പോകണം. ഒന്ന് ആലോചിച്ചിട്ട് കൊച്ചിന് പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യോട്ടോ. നിങ്ങളുടെ മാനേജരോട് മുതലാളിയോട് പറ വന്ദേ ഭാരത് വാങ്ങിക്കണമെന്നോ? വന്ദേ ഭാരതിന് ലോൺ കിട്ടുന്നെങ്കിൽ അത് നിങ്ങൾ ബാങ്കിലേക്ക് ഞാൻ കൊട്ടേഷനിൽ റെഡി ആക്കിയോ എത്രയും പെട്ടെന്ന്. കൊട്ടേഷൻ നിങ്ങളല്ലേ തരുന്നത്? നിങ്ങളെ പേപ്പർ വർക്ക് എല്ലാം നിങ്ങൾ ചെയ്തു തരുമെന്നല്ലേ പറഞ്ഞേ? ആ കൊട്ടേഷൻ നിങ്ങൾ ഇട്ട് തരണം. ബാക്കി പറഞ്ഞത് പേപ്പർ വർക്ക് അതും ചെയ്ത് അതിന്റെ പൈസ തന്നേക്കാം. അത് നോക്കണ്ട. ആ ചെറിയ പൈസ നമ്മൾ അതിനകത്തൊന്നും പിന്നോട്ട് നിൽക്കുന്ന കേസല്ല. ലോൺ പാസ്സാക്കിയാൽ ഞാൻ തിരിച്ചടയ്ക്കുന്നില്ല. അതുകൊണ്ട് എത്ര പൈസ അതിന് മുമ്പ് മുടക്കും. ഏത് ലോണാ വേണ്ട സാറിന്? ട്രെയിനിന്റെ വന്ദേ ഭാരതിനുള്ള മതി, വിമാനം വേണ്ട. എന്റെ പൊന്ന് സാറേ, കാളിയാക്കാതെ സാറേ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചത്. എന്റെ ഇത്ര സമയം പോയില്ല. എന്തെങ്കിലും ലോൺ വേണമെങ്കിൽ പറ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലോൺ തീർച്ചയായിട്ടും കൊച്ചു പറയുന്ന പോലെ ഞാൻ കാര്യം മുഴുവൻ പറഞ്ഞു കേട്ടാണല്ലേ എന്നെ സംബന്ധിച്ച്. ഇത്രയും ലോൺ അടയ്ക്കാൻ പൈസയുള്ള ആളാ പാലത്തിന്റെ അടിയിൽ ചൂണ്ടയിടുന്നു. അത് വൈകുന്നേരം കഞ്ഞി കുടിക്കണമെങ്കിൽ അത് വേണം. അതും റേഷനൊക്കെ ആണെങ്കിൽ മണം കാരണം ഒരു രക്ഷയില്ല. ഉടിഞ്ഞ മണമായി പറഞ്ഞാല്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെനിക്ക് സംസാരിച്ചത്. ഞാൻ BPL കസ്റ്റമറാ. അപ്പൊ BPL കസ്റ്റമറിന് കിട്ടുന്ന എല്ലാം എനിക്ക് ഗോതമ്പ് കിട്ടും, ആട്ട കിട്ടും, അരിയും കിട്ടും. എനിക്ക് കറി വെക്കാനില്ല. അതിപ്പോ ഞാൻ ചൂണ്ടിട്ടാണെങ്കിലും പിടിച്ചിട്ട് ഞാൻ എന്റെ കറി വെക്കും. അത് വേറെ കാര്യം. എനിക്ക് വൈകുന്നേരം ആകുമ്പോ എങ്ങനെ പോയാലും 2-3 മീൻ കിട്ടും. അത് ഉറപ്പാ. എല്ലാത്തും കിട്ടുന്ന. ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ. ഞാൻ എല്ലാ സാധനവും ചേർത്ത് ഞാൻ മുഴുവൻ വീട്ടിൽ കൊണ്ട് കറി വെച്ചും കഴിക്കത്തില്ല. ഞാൻ ഒറ്റ മീൻ എടുക്കും, അത് വറുത്ത് ഞാൻ ചോറുണ്ണുള്ളൂ. ബാക്കി ഞാൻ 2 മീൻ വിൽക്കും. ഇനി ആ പൈസ വേണമെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പൈസ കൂടെ ലോണിലോട്ട് വന്ന് അടച്ചേക്കാം. ഡെയിലി 2 മീൻ വെച്ച് കിട്ടും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ. ഞാൻ ഈ ആദ്യമേ പറഞ്ഞ സ്കീമാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ 17 പേരുണ്ട്. നിങ്ങൾക്ക് 1.5 വർഷം കൂടുമ്പോൾ ഒരു അടവേ വരുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങളെല്ലാ 17 പേരോടൊന്ന് ആലോചിച്ചിട്ട് ഒരു ലോൺ എനിക്ക് പാസ്സാക്കി താ. 17 സ്റ്റാഫ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ് ആണ് കിട്ടുന്നത്. നിങ്ങളുടെ പ്രോസസ്സിംഗ് ഫീസ് എത്ര പൈസയാണെന്ന് ഞാൻ തന്നോളാം. 3000 രൂപയോ 2000 രൂപ 1000 രൂപ അതൊരു പ്രശ്നമല്ല. എനിക്കൊരു ലോൺ പാസ്സാക്കി തന്ന് നിങ്ങൾ 17 പേരില്ലേ. ഒരു 1.5 വർഷം കൂടുമ്പോൾ ഒരു ഒറ്റ അടവേ വരുന്നതെന്ന് തോന്നും. കൊച്ചിന്റെ ഒരു 1.5 വർഷം കൂടുമ്പോൾ ഒറ്റ അടവ്.
ഒന്ന് ആലോചിച്ചിട്ട് അത് അതിനു വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കുക. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ നമ്മള് ട്രെയിനല്ലേ നോക്കുന്നത്, അതിന് കൊട്ടേഷൻ പോയി വാങ്ങിച്ചോണ്ട് വാ. അത് കഴിയുമ്പോൾ ഞാൻ അത് വാങ്ങിക്കാം. അത് വാങ്ങിച്ചിട്ട് ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ? ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്, ഇട്ട് തന്നാൽ മതി. ഓ ശരി. എനിക്ക് വന്ദേ ഭാരതിന്റെ ആണ് ചോദിച്ചു വെച്ചാൽ വന്ദേ ഭാരത് കിട്ടുമല്ലോ എന്നുള്ളത്. നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ എന്താ വരുമാന മാർഗം? വരുമാനം മീൻ ചൂണ്ടയിടുന്ന ഞാൻ പറഞ്ഞില്ല. ചൂണ്ടയുണ്ടല്ലോ, ചൂണ്ട വേണം ഗ്യാരണ്ടി ആയിട്ട് തരുകയും ചെയ്യാം. അത് ഒറിജിനൽ ചൂണ്ട കേട്ടോ, മയിൽപീലി കെട്ടിയതാ, പൊങ്ങ് മയിൽപീലിയാ. അത് ഒറിജിനൽ മയിലിന്റെ പീലി തന്നെയാ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നമ്മുടെ ഇല്ല. ഇനി ഫോറസ്റ്റുകാരും കൂടെ പിടിച്ചോണ്ട് പോകാൻ. ഇല്ലില്ല, അത് പൊങ്ങായിട്ട് ഇട്ടേക്കുന്നല്ലേ, അത് പൊങ്ങ് ചൂണ്ടയാ. അത് പൊങ്ങ് താന്ന് വരുന്ന വഴിക്കാ വലിക്കേണ്ടത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈടുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഒന്നും ഇത് ഇപ്പോഴല്ലേ ഈ പുതിയ ടെക്നോളജി വന്ന് വലിയ മിഷൻ ചൂണ്ട അങ്ങനെയൊക്കെ സാധനങ്ങളാണ്. ഇത് അങ്ങനത്തെ അല്ല. ഇത് നമ്മൾ ഈ ചൂണ്ടപ്പനയുടെ കൈ വെട്ടിയിട്ട് അതേ വള്ളി കെട്ടിയുള്ള ചൂണ്ടയാ, ഒറിജിനൽ ചൂണ്ടയാ. അതൊന്നും ഇപ്പൊ ആൾക്കാർ അന്യം തിന്നുപോയ ഒരു സംഭവം അതൊക്കെ. പോലെ നമുക്കിവിടെ ഇടുക്കി ഡാം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ 10 ബോട്ടിനൂടെ അവിടെ അപേക്ഷ ഇട്. എനിക്ക് അവിടെ നിന്ന് ചൂണ്ടയിടാം, ബോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം, വിനോദസഞ്ചാരികൾക്ക് ഒരു എന്റർടൈൻമെന്റും ആവും. എന്റെ മീൻ അവിടെ കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. കുറച്ച് നിങ്ങൾ ലോൺ പാസ്സാക്കി തരുന്നതല്ലേ, നിങ്ങൾക്കും വീട്ടിൽ കൊണ്ടുപോകാം. അത് ബുദ്ധിമുട്ടായാലോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടായാലോ? എന്നാ പിന്നെ നമുക്ക് അത് വേണ്ട, പിടിക്ക് വേണ്ട, എറണാകുളം തന്നെ മതി, ട്രെയിൻ മതി. ഇവിടെ ഞാൻ സീരിയസ് ആയിട്ട് ലോൺ എന്തെങ്കിലും വേണമെങ്കിൽ പറ. തിരിച്ചടവില്ലാത്ത ഏത് ലോണും സ്വീകരിക്കും. അങ്ങനെ നമ്മൾ ലോൺ കൊടുക്കുവല്ലോ സാറേ. അല്ല, അത് നിങ്ങളുടെ മുതലാളിയോടും ചോദിച്ചു നോക്കി, അങ്ങനെ കൊടുക്കാൻ പറ്റണല്ലോ. അങ്ങനെ ഗുഡ് കസ്റ്റമർ ആയിട്ട് ഒരാൾക്ക് നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കാതെ ലോൺ കൊടുക്കും? ഒരു ബാഡ് കസ്റ്റമറോ ആവറേജ് കസ്റ്റമറോ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. ഞാൻ നിങ്ങളുടെ ലിസ്റ്റിന്റെ അകത്തെ ഗുഡ് കസ്റ്റമറാ. ഗുഡ് കസ്റ്റമർ സമ്മതിച്ചു. നമുക്ക് ഫോർ വീലർ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്ത് വണ്ടിയാ? കാളവണ്ടി. കാളയ്ക്ക് 4 കാലില്ലേ? ഇല്ലേ? നിങ്ങൾ അങ്ങോട്ട് ഇടുക്കിയിൽ കാളയ്ക്ക് 4 കാലല്ലേ? അല്ല, അമ്മച്ചാണെങ്കിൽ അത് പറ. നിങ്ങൾക്ക് അങ്ങോട്ട് ഇടുക്കിക്ക് 5 കാലോ 6 കാലോ വല്ലതും ഉണ്ടോ? എന്റെ പൊന്ന സാറേ, ചുമ്മാ കളിയാക്കാതെ കാര്യമായിട്ടും പറ. ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ. അങ്ങനെ ആവശ്യം പറഞ്ഞു. കളിയാക്കാതെ